ഈ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് ആശ്വാസകരമായ ഒരു വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഈ മാസം 27-ാം തീയതി മുതൽ കൊടുത്തു തുടങ്ങുമെന്നാണ് അറിയുന്നത്. ഏതാണ്ട് 900 കോടി രൂപ ഇതിനായി അനുവദിച്ചുവെന്നും പറയുന്നു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്തയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ പോലും ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ബാധിച്ചു എന്ന വാർത്തകൾ വരുമ്പോൾ 900 കോടി അനുവദിച്ചു എന്ന വാർത്ത ശുഭകരം. SKN തീർച്ചയായും സാധാരണക്കാരെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇന്ന് സർക്കാരിൽ നിന്ന് വന്നിരിക്കുന്നത്. ഈ മാസം 27 മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്നതാണ് സർക്കാർ അറിയിച്ചിരിക്കുന്ന കാര്യം. ഇതിനായി 900 കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. 1600 രൂപ ഈ മാസം 27 മുതൽ ഈ ക്ഷേമ പെൻഷന് അർഹതയുള്ളവർക്ക് ലഭിക്കും. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയായിരിക്കും പെൻഷൻ ലഭിക്കുന്നത്. മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കുമെന്നതാണ് സർക്കാർ അറിയിച്ചിരിക്കുന്ന കാര്യം. നേരത്തെ തന്നെ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാർ ബജറ്റിൽ അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ പെൻഷൻ നേരത്തെ വിതരണം നൽകിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഈ മാസം ഒരു മാസത്തെ പെൻഷൻ കൂടി അനുവദിച്ചിരിക്കുന്നത്. അപ്പോഴും 5 മാസം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇനിയും സർക്കാർ നൽകാനുണ്ട്. എന്തായാലും നിലവിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ അനുവദിച്ചതോടുകൂടി തന്നെ അത് ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്. എന്നാലും 900 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതിനു വേണ്ടി അനുവദിച്ചു സംസ്ഥാന സർക്കാർ എന്ന ആശ്വാസകരമായ വാർത്ത വരുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് ഇതൊരു ആശ്വാസ വാർത്തയേക്കാണെന്നാണ് എൻ്റെ പ്രതീക്ഷ.